പടച്ചോനെ, എന്താ ഇത്? അന്നോടാരാ ഇത്ര നേരത്തെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞത്? ഒരാള് മാത്രം രാത്രിയും പകലും കഷ്ടപ്പെടുമ്പോഴേ ഞാൻ മാത്രം എങ്ങനെ ഉറങ്ങാ? നിന്റെ മോന്റെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട് കേട്ടോ. ഈ പയ്യനെ കാണാനുമില്ലല്ലോ. എത്ര നേരായി ഇരിക്കണ്, സുബൈറിനെ കാണാനില്ലല്ലോ. നിങ്ങക്ക് നേരെ പോയിണ്ടെങ്കില് അപ്പുറത്തെ പിടിയെ പോയി കുടിച്ചോളി ചെല്ല്. അപ്പൊ സുബൈർ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കട്ടൻ ചായ ഉണ്ടാവുള്ളൂ. ഇങ്ങക്ക് അറിയില്ല സുബൈറിനെ, നേരം വെളുത്ത രാത്രി വരെ പണിയോട് പണിയാ. ശരീരം മറന്നുള്ള പല പണിയും. മനുഷ്യനല്ലേ, വല്ല പനിയോ ജലദോഷോ വന്നാ പോരെ എത്തിര പൈകാന്. അത് നേരാ, ഒരു ദിവസം ഇവിടെ പനച്ചു പറിച്ചിട്ടാവും പാലായിട്ട് വന്ന്. അനക്കിപ്പം നേരം വെളുത്ത എടുത്തേ. ജിങ്ങോട്ട് കുണ്ടപോയ പാല് അന്നക്കാത്ത എത്ര ആളാ ഇവിടെ കുത്തിരിക്കുന്നത്? നേരം വെളുത്തല്ലേ ഉള്ളൂ, വെറുതെ എല്ലാം നാട്ടുകാരിങ്ങടെ പീടിയാക്കി ജിന്നിന്റെ പീടിയാന്ന് പേരിട്ടത്. ഓന്റെ ഒരു തമാശ. പാലും കൂടി പോയെടുത്തോ, ആൾ ഇവിടെ കാത്തിരിക്കുക. അതിങ്ങോട്ടാ നിങ്ങള് വേഗം പാത്രം കാലിയൊക്കെ തരി, പത്രം ഇടാനുള്ളതാ. ഉറക്കല്ലാത്ത ജിന്നിന്ന് അന്നാ വിളിക്കേണ്ടത്. നേരം വെളുത്ത രാത്രി വരെ പണിയോട് പണിയാ. അല്ല പഹയ, ഒരു ദിവസം നീ എത്ര കൈയാണ്ടാക്കണത്? പള്ളിയിലെ കാര്യം അള്ളാഹ്ക്ക് അറിയാന്ന് പറയണ മാതിരിയാ കാതർക്ക എന്റെ കാര്യം. ഞാൻ നയിക്കണ പൈസ കടലുണ്ടി പാലത്തിന് ചോട്ടിക്കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവും. നേരെ ഈ പറയണത് ഒരു കുടുംബം പുലർത്താൻ ചില്ലറ പാടൊന്നല്ല. പടച്ചോൻ എന്നെ കയ്യൂരോടോ. എല്ലാവർക്കും ഒരു സമയം ഉണ്ടാവും. എന്റെ വല്യത്താത്താന്റെയും മോളുടെയും ഉമ്മാന്റെയും കണ്ണീര് പടച്ചോൻ കാണാണ്ടിരിക്കൂല. അല്ലാ, ഭർത്താനം പറഞ്ഞ് സമയം പോയി, നിങ്ങൾ ആ പാത്രം അടിക്കേ. അത് നേരാ. ഇന്നത്തെ പൊറാട്ടയാണെങ്കിൽ ഇന്ന് ചൂടാക്കി അങ്ങ് കൊടുക്കാം. രാവിലത്തെ പേപ്പർ രാവിലെ തന്നെ കൊടുക്കണ്ടേ? അത് കാര്യം. എന്നാ എന്റെ പാത്രം കൊണ്ടോയിക്കോ. എന്നാ ഞാൻ പോട്ടെ. ശരി. കുപ്പിക്കണ്ട റഫീഖെ, ഈ എന്റെ ധൈര്യം ഇന്നും എന്റെ മയ്യത്തിനെ അടുക്കും. എവിടെ കെട്ടിയോൻ? എന്തേ? വെറുതെ ഒന്ന് കാണാനാ. യോനൊന്ന് വിളിക്ക്. എന്താ മോനെ? നിങ്ങളെ പുന്നാര മോനൊന്ന് കാണാനാ. മനുഷ്യനായ വാക്കിന് നേരുന്നറിയും വേണം. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താന്നാ എന്നോട് പണിക്ക് വരാന്നും പറഞ്ഞ് എന്റെ കുറച്ച് കായ് വാങ്ങിയിരുന്നു. ഇപ്പൊ ആളുമില്ല കായുമില്ല. രണ്ടാളൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. ഒന്ന് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കൂല തള്ള. ഉറങ്ങിക്കോ, നല്ലോണം ഉറങ്ങിക്കോ. അതിനൊന്നും ഉമ്മ കുറ്റം പറയില്ല. പക്ഷേ ആരാന്റെ കയ്യിൽ നിന്ന് പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയില്ലേ, ഈ ആർക്കാ കൊടുത്തെന്ന് എനിക്കിപ്പ അറിയണം. ആ മൂക്കിനൊപ്പം കടം ബാക്കി വെച്ച് മരിച്ചതാ എന്റെ വാപ്പ. തുടങ്ങി. അതല്ല എന്റെ മോൻ സുബൈർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കടമടിച്ച് വീട്ടി. എന്തിന്? കൊടുക്കാനുള്ള കായന് കണക്ക് പറഞ്ഞ്
ഓരോരുത്തർ ഈ പടി കയറി വരാതിരിക്കാൻ. അത് കാരണം എന്റെ കണ്ണ് നിറയാതിരിക്കാൻ. ഈ കാരണം അത് സംഭവിച്ചില്ല. നടക്കാൻ കൂട്ടും ഇങ്ങോട്ട് നടക്കാനാണ് പറഞ്ഞത്. ഓൻ എന്താണെങ്കിലും ചെയ്ത, പക്ഷേ അതൊക്കെ ഈ പടിക്ക് പുറത്തായിരിക്കണം. വയ്യ, ഇവിടെ പട്ടിണിയാണെങ്കിലും സ്വസ്ഥായിട്ട് ജീവിക്കണം. അത് നിങ്ങൾ ഈ ഒന്ന് അനുവദിക്കോ? അല്ലെങ്കിൽ എന്റെ കെട്ടിയുടെ മോളെ എന്നെ കുറച്ച് വിഷമായി തന്ന് കൊല്ലടാ. അടച്ചൊരു ദുരിയാവില് സഹിക്കാന്നിടത്തോളം അപ്പുറം ഞങ്ങൾ സഹിച്ചു. ഇനി വയ്യ. എന്താ അലിക്ക? നീ വന്നാ? ഇവൻ പണിക്കൂരാന്ന് പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങിയിരുന്നു. അതെന്താന്ന് അറിയാൻ വന്നതാ. ആലിക്കാന്റെ കയ്യിൽ നിന്ന് എത്ര വാങ്ങിയിട്ടുണ്ട് ഇക്കാക്ക? കുട്ടിക്ക് മരുന്ന് വാങ്ങാനെന്നും പറഞ്ഞിട്ട് ഒരു 500, പിന്നെ ഒരു 750, മൊത്തം 1250 ഉറുപ്പ്യുണ്ട്. നിങ്ങളുടെ കടം തീർന്നില്ലേ? എന്നാ പൊയ്ക്കോളി. ശരി. ഈ നിസാര കാര്യത്തിനാ ഉമ്മ ഈ കരച്ചിലും പിടിച്ചിലും. എന്റെ വലിയ താത്ത നിങ്ങൾ വന്ന് വല്ലതും തരി. രാവിലെ തുടങ്ങി ഓട്ടാ. നിങ്ങൾ വരീൻ. ഈ ചായ കുടിച്ചാ? എലിമോറ, എന്തിനാ ഭാരം എടുത്ത് പൊക്കണത്? ഞരമ്പ് ഒഴുക്കി പോകുമ്പോയാ. മുതലാളി, നിങ്ങളൊരു തേങ്ങ ഉടക്കുകയാണെങ്കിൽ ഞാനൊരു ചിരട്ടെങ്കിലും ഉടക്കണ്ടേന്ന്. എടാ പഹയ, ഇതൊക്കെ ചുറുചുറുക്കുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. അല്ലാന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തിനാ നിങ്ങൾ ചെയ്യണത്? എന്താ ഇതിന്റെ പരിപാടി? എന്തേ? നിനക്കൊരു പെണ്ണ് കിട്ടിക്കൂടെ? ആ പൂതി മനസ്സിലിരിക്കട്ടെ. ഞാനൊരു പെണ്ണെട്ടിട്ട് ഇങ്ങക്കോളെ കയ്യും കണ്ണും കാട്ടി വളക്കാനല്ലേ? ഈ ഒന്ന് പോടാ ഹിമാറ. ഈ മമ്മൂട്ടിയെ പറ്റി നിനക്ക് എന്തറിയാം? ഞാനൊന്നിങ്ങനെ ഞൊടിച്ചാ മതി. തരുണീമണികളായ പെമ്പിള്ളേരെ എന്റെ ചുറ്റും വന്നിങ്ങനെ നൃത്തം ചെയ്യും. അത് നേരാ. കാരണം ഈ ചിമ്പാൻസിയെ പോലെയുള്ള ഞങ്ങളെ കൂടെ നിന്ന് നൃത്തം ചെയ്യാം പെൺകുട്ടികൾക്കൊക്കെ വലിയ ഹരാന്ന്. അല്ലാന്ന് എനിക്ക് ചെറിയ ഒരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ മൊയിന്റെ സ്വഭാവമുള്ള അന്നെപ്പോലുള്ളവർക്ക് സാധാരണയായി കണ്ടുവരുന്ന സൂക്കേടാണ് സംശയം. നിങ്ങളെ ശരിക്കുള്ള പേര് മായമൂട്ടിന്നല്ലേ? ചേച്ചാനെ ഒന്നങ്ങട്ട് തന്നാലുണ്ടല്ലോ നമുക്ക് കളിച്ച് ബാപ്പന്റെ തലക്കഴിട്ട കളിച്ചത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇമേജ് കളയാൻ നടക്കണ കഴുത. അതിന് നിങ്ങളെന്തിനാ എന്നെ കുതിരയേറണം മുതലാളി? ആൾക്കാർ ഓരോന്നും പറഞ്ഞല്ല ഞാനും പറഞ്ഞിട്ടുള്ളൂ. എടാ പൊട്ട, എന്റെ ഈ സൗന്ദര്യം കണ്ട് അസൂയ തോന്നുന്ന ചില ചേട്ടകൾ അങ്ങനെ പറഞ്ഞു വെച്ച് എന്റെ എച്ചിൽ നിന്ന് നടക്കുന്ന ഈ അത് വിശ്വസിക്കാം. അന്റെ നാവടക്കെന്തേലും പറഞ്ഞാലേ അന്ന് ഞാൻ ഡിസ്മിസ് ചെയ്യും. ഉത്തരവ് മുതലാളി. പിന്നെ എന്റെ മീശ കറുപ്പിക്കുന്ന പെൻസിൽ തീർന്ന് ഈ അത് മേടിച്ചോ? എന്റെ റബ്ബേ, എന്ത് വർത്താനാ നിങ്ങൾ ഈ പറഞ്ഞത്? ഒരു നേരം തിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവൂല. പക്ഷേ നിങ്ങളെ മേക്കപ്പ് സാധനം തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ പ്രാന്തളകൂലേ? മിടുക്കൻ, ഉഷാർ. ഈ ഒരു കാര്യം ചെയ്യും, ആ വെള്ളം ചൂടാൻ നോക്ക്. ആയാലേ അത് കുളിമുറി കൊണ്ടുവെക്ക്. ചെല്ലി ചെല്ലി വിട്ടോ വിട്ടോ. എന്തൊരു ചന്തി ചന്തം. ഇത് ഞാൻ തന്നെയാണോ? മമ്മൂട്ടിയുടെ പേര് മാറ്റിട്ട് അമീർ ഖാൻ ആക്കിയാലോ? ഞാൻ കണ്ടു.
എന്ത്? നിങ്ങളുടെ ഈ പാത്തം പതുങ്ങിയുള്ള നോട്ടം. പിന്നെ ഞാൻ വെറുതെ വേഷങ്ങട്ട് ഇറക്കല്ലേ മോനെ. നിങ്ങളുടെ കൽവില് ഞാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ എന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉറക്കൊഴിച്ച് നിങ്ങളുടെ ഈ ഉണക്കപത്രം വരാൻ കാത്തു നിൽക്കോ? അതെ, എന്റെ ബാപ്പ കാണുന്നതിന് മുമ്പ് മോള് സ്ഥലം വിട്ടോ. അല്ലെങ്കിലേ നാളത്തെ പത്രത്തിന്റെ ചരമകോളത്തിലെ ഒരു വാർത്ത വരും. എന്ത് വാർത്ത? മകളെ പ്രണയിക്കാൻ ശ്രമിച്ച പത്രവിൽപ്പനക്കാരനെ പെണ്ണിന്റെ ബാപ്പ തല്ലിക്കൊന്നൂന്ന്. എന്താണിത്? അത് പിന്നെ സുബൈർക്ക് എന്നെ ചീത്ത പറയരുത്. ഈ ആദ്യം കാര്യം പറയും. ഇത് സുബൈർക്കൊരു ഷർട്ടാ, പിന്നെ സുറുമിക്കൊരു ചുരിദാറും. അന്റെ ബാപ്പ എന്നാണ് തുണിക്കച്ചവടം തുടങ്ങിയത്? കളിയാക്കാതെ സുബൈർക്ക, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മേടിച്ചാ മതി. ആ, ഇതൊന്നും വേണ്ടായിരുന്നു. അല്ലെങ്കിലും സുബൈർക്കാന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലല്ലോ. സ്നേഹത്തോടെ സുബൈർക്ക എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഈ സൂക്കേടിന്റെ പേര് മലയാളത്തിൽ പറഞ്ഞ വട്ടെന്നാണ്. വെറും വട്ടല്ല, നല്ല മുഴുത്ത വട്ട്. സുബൈർക്ക് ഇത് വാങ്ങുന്നുണ്ടോ? ആ പിന്നെ സുറുമി നാളെ വരുമ്പം ഈ ചുരിദാർ ഇട്ട് കോളേജ് വരാൻ പറയണം. ഓ, അന്നായിട്ട് നിന്ന് ചൊല്ലിയാലേ എന്റെ പണി അവിടെ കിടക്കും. എന്നാ പോട്ടെ. ആ, ഓ, ഒരു ഗ്ലാസ് ചായെങ്കിലും കൊണ്ടടി. ഓ, നിങ്ങളെ ചായ കുടിച്ചിട്ട് മല മറിക്കാൻ പോവല്ലേ? ദാ ചായ. ഉപ്പ, എന്റെ പെൻസിൽ തീർന്നു. എനിക്ക് 2.5 ഉറുപ്പിക വേണം. ഉപ്പാട് ചോദിക്കണ്ട മോളെ. ബാങ്ക് തുറക്കാതെ പൈസ കിട്ടുവോ? അതെ, ഇക്കാക്ക് പൈസ കൊണ്ടിട്ടതിന്റെ മേലെ വേറെ ആരെങ്കിലും കൊണ്ട് ഇട്ടിട്ടുണ്ടാവും. എടി എടി, മുഖത്തോക്കി പാരോക്കല്ലേ, ഒന്നുകൂടി തിരിഞ്ഞൻ. പറയണ്ടടി, ഒന്നും പറയണ്ട. വലിയ അഭിമാനിയല്ലേ? നാണമുണ്ടോ മനുഷ്യ? സ്വന്തം മോൾക്കൊരു പെൻസിൽ വാങ്ങാൻ പറ്റാത്തൊരു ബാപ്പ. പണ്ടേ കാരണമാർക്ക് ഒരു ചൊല്ലുണ്ട്, നായന്റെ വാലിൽ 12 കൊല്ലം കൊല്ലിട്ട് വെച്ചാലും അത് വളഞ്ഞുകൊണ്ടേ നിക്കും. അതുപോലാണ് എന്റെ മോന്. ഓ നന്നാവൂല. കൊണ്ടാറടക്കാൻ നേരം വെളിച്ചായ തുടങ്ങും. ചെവിട്ടി കോട്ടരുമ പോയ മാതിരി താലങ്ങും വേലങ്ങും. എന്നാലും നിങ്ങൾ നന്നാവൂല. കല്യാണം കഴിഞ്ഞാലെങ്കിലും നന്നാവൂന്ന് കരുതി കെട്ടിച്ചതാ. എന്നിട്ടോ? എന്നിട്ടെന്താ, ഓനെ ഓള് പോറ്റുന്നുണ്ടല്ലോ. കുടുംബവും കുട്ടികളും വേണമെന്ന് എന്റെ മോൻ ചിന്തിക്കും. അപ്പോഴത്തേക്ക് എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നിനും പറ്റാതെ പല്ലും നഖം കൊഴിഞ്ഞിട്ടുണ്ടാവടാ എനിക്ക്. അന്നേ ഈ പഠിക്കൂ. ഉസ്മാനെ, കൂറന്നൂല. ശൈത്താനെ, എന്താ നിങ്ങൾ ഈ സാരം വിളിക്കണ പോലെ നിന്ന്? മോന്റെ എവിടെ പോയി ഞാൻ അവിടെ അവിടെ നനക്കായിരുന്നു. നനക്കേ ഇനി മനുഷ്യന് പയച്ചിട്ട് പള്ള കാണുമ്പോൾ അവന്റെ ഒരു പണി. നിങ്ങണ്ട് കയറിക്കോളി, ഞാൻ ചാഞ്ഞ മരമാണല്ലോ. ഞാൻ കുക്കിംഗ് ആക്കി അപ്പൊ നിങ്ങൾക്ക് പറ്റുവോ? കഴുതേ, അന്റെ ഒരു കുക്കിംഗ്. നീ നൂഡിൽസ് ഉണ്ടാക്കി തന്നിട്ട് എന്റെ വയറ് നിറഞ്ഞടാ കഴുതേ. കണ്ട പാടത്തും പറമ്പിലും എരേനെ പിടിച്ച് വായന്റെ ഇലയിൽ വിട്ടി വിഴുങ്ങി എരും പുളിയും കൂട്ടി എന്നെ കൊണ്ട് തിരിച്ച്. അത് അറിഞ്ഞിട്ടും എന്നെ കൊല്ലാതെ നിൽക്കുന്നത് എന്റെ നല്ല മനസ്സുകൊണ്ട പല്ലിമോറ. അതിന് ഇന്ന മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ മുതലാളി? മൈദയില് വെള്ളേറിയത് അറിഞ്ഞിട്ടേ നിങ്ങൾ ഇന്നെ മയ്യത്താക്കൂലേ? അതുകൊണ്ട് ഇന്റെ ഈ ചെറിയ തലയിൽ വെച്ച വലിയ ബുദ്ധി അത് വലിയ റവമുണ്ട. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വായക്ക് രുചിയുള്ള വല്ലതും ഉണ്ടാക്കി തരുന്ന സുന്ദരിയായ പെണ്ണുങ്ങളെ നീ തപ്പ്. മുതലാളി, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സുന്ദരികളായ പെണ്ണുങ്ങൾ എന്നെ വെച്ചുണ്ടാക്കി തരണം എന്താ നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? ഉന്തിയോൻ അങ്ങനെ ചോദിക്കും. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ വെച്ചുണ്ടാക്കി തന്നാൽ നല്ല രുചിയാ. ഇങ്ങോട്ട് നോക്ക്, എന്റെ തൊള്ളയിൽ വെള്ളം നിറഞ്ഞിക്കണേ. നേരാണ് മുതലാളി, തൊള്ളയില് വെള്ളണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയ പോലെ ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞമ്മക്ക് കുക്കിംഗ് ആക്കാൻ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പലപ്പോഴും നോക്കാൻ എന്നോട്. ഞാൻ നാളെ ബോംബെ പോയപ്പോ നമ്മുടെ ലോകസുന്ദരി ആയിഷാറായില്ലേ? ഓ, ആയിസാറായി അല്ല മുതലാളി, ആയിസരിയാറായി. ആ റായിന്റെ കയ്യിൽ നിന്ന് ₹10,000 പോയാലും ചുട്ട ചമ്മന്തിയും കഞ്ഞിയും കുടിച്ച്. ഇന്റെ ഉമ്മോ
എന്താ ഒരു രുചി, എന്താ ചമ്മന്തി. ഇത് കേട്ടാ തോന്നുന്നു നുണയാന്ന്. അള്ളാനുണ്ടായതാണ്. പൊള്ളായി. ആ ഇതാണ് മുതലാളി ഞാൻ പറഞ്ഞ സംഗീതായകൻ. സംവിധായകനല്ല കൈതേ, സംവിധായകൻ. ആ, എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, ആ മുതലാണ് ഈ നിക്കണ മുതൽ. പോലല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ആ. ഓ പൈസ മുതലാളിക്ക് ഒരു പ്രശ്നമല്ല. മുതലാളിയുടെ ശാലീന സൗന്ദര്യം മറ്റുള്ളവർ ടിവിയിലൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ. ഒരു 50,000 ഉറുപ്പ്യ വേണ്ടി വരും. ഈ പറഞ്ഞത് 40,000 ഉറുപ്പ്യാന്നാണല്ലോ. ആയിരുന്നു. പക്ഷെ ഇപ്പോഴല്ല ഞാൻ നിങ്ങളെ കാണുന്നേ. നിങ്ങളുടെ ഈ മുഖം വെളുപ്പിച്ചെടുക്കാനുള്ള മേക്കപ്പ് സെറ്റിന്റെ ചെലവാണ് 10,000. പണം ഞാൻ എത്ര വേണമെങ്കിലും തരാം. സംവിധായകൻ നല്ല ഓമനമുള്ള 17 വയസ്സുള്ള നായിക വേണം. റൊമാൻറ്റിക്കിൽ, ഇമോഷനായി, സ്ലോ മോഷനിൽ ഇങ്ങനെ 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 ഓടുന്ന കുറെ സീനുകൾ വേണം. എന്താ ഇതിന്റെ കഥ? ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമാണ്. അതായത് കേരളത്തിന്റെ തലസ്ഥാനമായ ഹിമാലയ പർവ്വതം. ആ ഹിമാലയ പർവ്വതത്തിന്റെ മഞ്ഞുമലകൾക്ക് പെയിന്റ് അടിക്കാൻ പോകുന്ന നമ്മുടെ നാട്. ബാക്കി കൂടി പറയും. ആകെ ത്രില്ലടിച്ചു പോയി. ആ മഞ്ഞുമലയിലെ കൊടും തണുപ്പിൽ ഐസ്ക്രീം കച്ചവടം നടത്താൻ പോകുന്ന നമ്മുടെ നായകനുമായി നായിക പ്രണയത്തിലാകും. അവിടെ തുടങ്ങുന്നു നമ്മുടെ പാട്ട്. ഇത് കലക്കും മുതലാളി. ഇതിന്റെ പേരെന്നെ സൂപ്പറാണ്. ആ സൂപ്പറിന്റെ പേരെന്ന് പറഞ്ഞ് കൽബാണ് കുറുമ്പ. കോരിത്തെരിച്ചു. സംവിധായകൻ അഡ്വാൻസ് ഇപ്പം തന്നെ പിടിച്ചോ. ആ അത് ശരി, നീ ഇവിടെ വന്നിരിക്ക. അനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ചെയ്യാൻ? മേലാണെങ്കിൽ പണിയെടുക്കൂല, അതുകൊണ്ടാ. കയ്യില് കായില്ല, എല്ലാരും കക്കും. ബീരാനി ഞാനത് എടുത്തിട്ടില്ല, ഞാനത് അണ്ണാച്ചിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചതാ. പിന്നെ എന്റെ പെരയിൽ മറ്റുള്ളവരൊന്ന് കക്കണം നോക്കിക്കല്ലേ. എല്ലാ കള്ളന്മാരും ഇത് തന്നെ കണ്ടാ പറയാ. ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു കോപ്പം പറയണ്ട. എന്റെ പുതിയ പിച്ചളക്കിണ്ടിയാ. കണ്ണ് തെറ്റിയപ്പോ കട്ടിട്ട് ഇപ്പൊ ഇല്ലെന്ന് പറയാ. സുബേറെ, അന്റെ അടുത്തേക്ക് ആളെ വിടാൻ വേണ്ടി ഇരിക്കായിരുന്നു ഞാൻ. നാട്ടുകാരന്റെ മുതല് കട്ടാലേ കയ്യിന്റെ പടം കൊത്തി ഉപ്പിലിടുമെന്ന് പറ. എന്താ കാര്യച്ച തെളിച്ചു പറ. പറയാനൊന്നുമില്ല. എന്റെ പുരയിലെ പുതിയ പിച്ചള കണ്ടിയാ നിന്റെ പുന്നാരേട്ടൻ കട്ടത്. കണ്ണടച്ചിട്ടാക്കിയ ഓനൊന്നും അറിയില്ല എന്നാ വിചാരിച്ചത്. മുനിക്ക അങ്ങനെ ആരാന്റെ മുകളിൽ കക്കും എനിക്ക് തോന്നണ്ട. എന്റെ മോളാണ്, ഉമ്മയാണ് സത്യം. ഞാൻ എടുത്തിട്ടില്ല. അത് ശരി, അന്ന ഞാനൊന്ന് എടാ കള്ള എന്താടാ സഞ്ചല്, സത്യം പറഞ്ഞോ? മന്നിച്ചിടും കയ്യാ, നാ തപ്പ് സെഞ്ചിട്ട് മന്നിച്ചിടും കയ്യാ. എടുത്താടാ, എന്ത് നോക്കട്ടെ ഞാൻ. ആഹാ കിണ്ടിയാണല്ലേ, ആൾക്കാർ കാണേക്കുമ്പോ സ്ഥലം വിട്ടോ പോടാ. അത് ശരി, ഇതാണ് എന്റെ പരിപാടി. ഞാനിത് അണ്ണാച്ചിയുടെ ഇത് മേടിച്ചതാ. അണ്ണാച്ചി മണ്ണാങ്കട്ട, ഇത് ഇവിടുന്ന് കട്ടയല്ലേടാ. അനാവശ്യം പറയരുത്. ഇന്നോ ഇതാണ് സുബൈറെ മോനെ ഉണ്ടായത്. വീരനെ, അല്ലെങ്കിലും അനക്ക് എന്റെ കുടുംബത്തിനോട് കണ്ണുകടിയുള്ളൂ. പക്ഷെങ്കിൽ തന്തൊക്കെ പറക്കാത്ത പണി കളിച്ച് പകരം വീട്ടുള്ളൂ. പിന്നെ അന്റെ ഏട്ടൻ മുസാഹിബിന്റെ നടുക്കണ്ടല്ലേ? അതേടാ, ഇന്റെ ഇക്കൊക്കെ ചിലപ്പോ പലരുടെ കായ് കടം വാങ്ങിയിട്ടുണ്ടാവും. പണിക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഒരാളുടെ മുതൽ കെട്ട് കുടുംബം നോക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇന്റെ ഞരമ്പിൽ ചോറ് കൊടുത്ത കാലം വരെ ഉണ്ടാവില്ല. ഈ ഇഷ്ടപ്പെട്ട പെണ്ണിനെ എന്റെ ഇക്കാക്ക കെട്ടിയെന്ന കാരണത്താല് കുറെ കാലായി കുതിര കയറുന്നു. ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നാലേ പടച്ചോനാണ് എന്റെ മയ്യത്തെടുക്കും കേട്ടോ. വേണ്ട വേണ്ട, വായോ. मेरे तुमसे प्यार था, मेरे तुमसे प्यार था, और कहीं और कल भी रहेगा. तुम रूठा ना करो मेरे जान ना ना ना. അതാ കൊത്തുന്നത്. അതാ മിണ്ടല്ല കഴിയേ, നീ എരഞ്ഞെടുത്തുണ്ടാ. നിങ്ങൾക്ക് വീണ് 100 साल पहले मेरे तुमसे प्यार था. ഇത് നല്ല ഭ്രാന്ത്.
നട്ടുച്ചയ്ക്കാണോ മമ്മൂട്ടി ചൂണ്ടിടുന്നത്? തലക്ക് വിരാന്തി പിടിച്ചോ? ഈ എന്താ കാലത്തിലെ നട്ടുച്ചക്ക് തൂക്കാത്തതായിട്ട്? ആ, ഞമ്മളെ പീഡിയയിൽ നിന്ന് എന്തെന്നില്ലാത്ത കച്ചവടം. വേറെ ഏതെങ്കിലും പാല് കിട്ടുമോ നോക്കാൻ വേണ്ടി പോവുക. ഈ ആ സുലൈമാന്റെ പെര വരുന്ന് പോയി നോക്ക്. എന്തൊക്കെയാ മമ്മൂട്ടി നാട്ടിൽ നടക്കണ പുകില്? നാട്ടിൽ അങ്ങനത്തെ പുകില് പലതും നടക്കും. ഈ കാര്യം പറയും. വലിയ സങ്കടാട്ടോ. ആ കബീറിന് അങ്ങാടിയിട്ട് കള്ളനാക്കി മാനകെടുത്തിയടോ. ഞാനത് വിശ്വസിക്കൂല. ഏ? സംഭവം മേലിറങ്ങി പണിയെടുക്കാനുള്ള നേരം. ആ. പക്ഷേ ആരാന്റെ മുതലും കക്കൂല. അതെനിക്കറിയാം. സുബൈർ ബീരാൻക്ക് വേണ്ടോളം കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. സിനിമയില് സുരേഷ് ഗോപിന്റെ 4 ഡയലോഗ് അടിച്ചിട്ടാണ് സുബൈർ അവിടുന്ന് പോയത്. ആ, അത് നേരാ. ബീരാന്റെ മൂലക്കുരുവിന് പറ്റിയ ഒറ്റമൂലി സുബൈർ തന്നെയാ. കാണാൻ നല്ലൊരു മൊഞ്ചത്തി മാൻ കണ്ണ്, കണ്ടാൽ കൊതി കൊള്ളും താമരപ്പൂ, കണ്ടാൽ കൊതി കൊള്ളും താമരപ്പൂ മുട്ടി, പെണ്ണെ കൽബിൽ താമസിക്കുന്നോളെ പാറി പറന്നെത്തി ചേർന്നിടുമോ നീ? നാ. ഇന്നെന്താ അനക്ക് കോളേജില്ലേ? എന്താ എന്റെ വായിൽ നാക്കില്ലേ? ഞാനിനി പഠിക്കണില്ലേ കാക്ക? അതെന്താ? പെട്ടെന്ന് കെട്ടിച്ചെടുക്കാനുള്ള ഓരോ പണിയാവും കൊച്ചിപ്പ. കാന്താരി മൊട്ടയൊന്നും വിരിഞ്ഞില്ല, അതിനും പോളുടെ ഒരു നാക്ക്. ഞാൻ പറയാടാ, ഓൾക്ക് ഫീസ് അടയ്ക്കാൻ 1500 റുപ്യ വേണം. അന്നോട് ചോദിക്കാനുള്ള മടികൊണ്ടാ. ഒന്നങ്ങോട്ട് തരിഞ്ഞൻ തൊണ്ട് തടഞ്ഞു വെച്ച് കപ്പൽ നിൽക്കാൻ 1500 റുപ്യക്ക് പഠിപ്പ് മുടക്കാൻ നടക്കുക ഓള്. എന്റെ ഇക്കാക്കാനെ എത്രന്ന് വെച്ചിട്ടാ ഞാൻ ബുദ്ധിമുട്ടിക്ക? അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി വണ്ടിക്കാളെ പോലെ രാപകലില്ലാതെ എന്റെ ഇക്കാക്ക. എന്താ എന്റെ മോളെ ഇത്? ഈ വലിയ തന്റേടിയാന്ന് ഇക്കാക്ക വിചാരിച്ചത്. എന്നിട്ടിപ്പോ പൊട്ടിക്കുട്ടികളെ പോലെ കരയ. ഇക്കാക്കന്റെ കുട്ടി നാളെ കോളേജിൽ പോണം, അനക്ക് 1500 റുപ്യ ഇക്കാക്ക തരും. ഞാൻ പലവട്ടം പറഞ്ഞതാടാ, ഓള് കേക്കണ്ടേ? മടി കൊണ്ടാവും കൊച്ചിപ്പ. കൊച്ചുപ്പന്റെ ചക്കരക്കുട്ടി ഈ മടിയൊന്നും കാണിക്കാതെ പഠിക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടാ പഠിക്കാൻ. കൊച്ചിപ്പ വാങ്ങിത്തന്ന ബാഗ് കണ്ട് കുട്ടികൾക്കൊക്കെ വലിയ കുശുമ്പാ. അപ്പോ സൂക്ഷിച്ചു പോണട്ടാ. എന്നാലും ഈ എന്നെ വല്ലാണ്ട് ചെറുതാക്കി കളഞ്ഞില്ലേ മോളെ? ഈ കാക്ക നെഞ്ചിക്കൊള്ളണ വർത്താനൊന്നും പറയില്ലേ. ഈ ദുനിയാവിലെ ഇക്കാക്കന്റെ സങ്കടം തീരാൻ രാപകലില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് പഠിച്ചോ കേൾക്കണില്ലല്ലോ. ഇതൊക്കെ ഒരു പരീക്ഷണല്ലേ മോളെ? പടച്ചോന്റെ പരീക്ഷണം. ഒക്കെ ക്ഷമിക്കണം, സഹിക്കണം. ഒരു ദുനിയാവില് പരാജയപ്പെടില്ല. ഈ കുടുംബത്തിന്റെ ഒരലക്കല്ല മോളെ ഇക്കാക്ക. ഒരലക്കല്ലിന് ഒരിക്കലും വെളുക്കാൻ കഴിയില്ലല്ലോ, വെളുപ്പിക്കാനല്ലേ കഴിയൂ. ഭയങ്കര ഗൗരവത്തിലാണല്ലോ. നിങ്ങക്ക് എന്താ പറ്റേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഈ സൈക്കിളിന്റെ പുറകിലിരുത്തി ഒന്ന് വീട് വരെ കൊണ്ടാക്കോ? പെണ്ണിന്റെ പൂതി കൊള്ളാലോ. കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് ഈ പാട്ട സൈക്കിളിന്റെ പുറകിൽ കേറാന്ന് പറഞ്ഞത് തന്നെ എന്റെ വലിയ മനസ്സായിട്ട് കൂട്ടിയാ മതി. തൽക്കാലം ആ വലിയ മനസ്സാവിടെ തന്നെ ഇരുന്നോട്ടെ. സുറുമി എന്താ കോളേജിൽ വരാനേ? അത് പിന്നെ ഓൾക്ക് നേരം എടുത്തപ്പോ ഒരു പനി, അതുകൊണ്ട് ഞാനൊന്ന് പോണ്ടെന്ന് പറഞ്ഞു. ശരിക്കൊന്നും നുണ പറയാൻ പോലും പഠിച്ചില്ലല്ലോ എന്റെ മോൻ. എന്തിനാ സുബൈർക്ക നുണ പറയുന്നത്? ഫീസ് അടയ്ക്കാൻ കാശില്ലാഞ്ഞത് കൊണ്ടല്ലേ സുറുമി ഇന്ന് കോളേജിൽ വരാഞ്ഞേ? അത് ഞാൻ അറിഞ്ഞില്ല.
അറിഞ്ഞ അപ്പ തന്നെ എടുത്തു കൊടുക്കാൻ എന്റെ മോൻ ഓട്ടോകൾ എന്നെ വെച്ചേക്കല്ലേ. എന്ത് വിഷമം വന്നാലും ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചു. ഇതാ ഇത് കൊണ്ടുപോയി തൽക്കാലം വിൽക്കോ പണയം വിൽക്കോ എന്താന്ന് വെച്ചാ ചെയ്യും. ആവശ്യം നടക്കട്ടെ. ഇതൊന്നും വേണ്ട സുമി. എത്രയെന്ന് വെച്ച ഈ എന്നെ എങ്ങനെ സഹായിക്കുക? വെറുതെ മനുഷ്യനെ ചൂട് ഉടുപ്പിക്കല്ലേ സുബീർക്ക. കയ്യിൽ ഒരു വള കുറഞ്ഞെന്ന് വരച്ച് ഇവിടെ ഭൂകമ്പൊന്നും ഉണ്ടാവൂല. അല്ലെങ്കിൽ തന്നെ സ്വർണത്തിന്റെ ഭംഗി അത് അണിയുമ്പോഴല്ല, അത് ആപത്തിൽ സഹായിക്കുമ്പോഴാ. ഏരണം കേട്ടോളെ അന്നെ പഠിക്കാനായിക്കണ ഇതിനാണ്ടി കണ്ണിക്കണ്ട തെരുതിന്റെയിലൂടെ കിന്നാരമ്പർ നടക്കാനാണോന്ന്. അറക്കലും ഉമ്മറാജിക്ക് ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ എന്റെ മോളുടെ വിചാരമെങ്കില് ഒന്നുള്ളത് ഞാൻ നോക്കൂല. അരിഞ്ഞ് തള്ളും ഞാൻ. നിന്ന് മോഹത്തെ വണ്ടിക്കരടി. തറവാട്ടി പറഞ്ഞവരെ മനഃപൂർവ്വം മാനം കെടുത്താൻ എന്റെ പരിപാടിയെങ്കില് അത് ഇന്നത്തോടെ നിർത്തിയേക്ക്. ഈ കളിക്കണതേ അറക്കൽ ഉമ്മറാജിയോടാ. അത് ഈ മറക്കണ്ട. പോയി ഒരു ഡോക്ടറെ കാണിക്കടാ. ഉമ്മാക്ക് എന്താ? ചെറിയൊരു മുറിവാകുമ്പോഴത്തേനും ഡോക്ടറെ കാണിക്കാൻ നിന്നാല് 250 ഉറുപ്പികയ്ക്ക് ഒരു തലി ഉണ്ടാവില്ല. ഇക്കാക്ക് സ്വന്തം തടി നോക്കണ്ടാട്ടോ. എന്തേലും പറ്റി കിടന്നു പോയാല് ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക? ഉമ്മ ഈ എങ്കിലും ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്ക്. എനക്കറിയില്ലടാ. ഈ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാല് എന്റെ ഉള്ളില് തീയ. അന്നെ കാണുന്നത് വരെ എന്റെ മക്കളെ കാത്തോളണേ റബ്ബേന്ന് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഈ ഉമ്മാക്ക്. ഉമ്മാക്ക് ഞങ്ങളോടുള്ള സ്നേഹം കണ്ടാലേ ഈ ദുനിയാവിൽ ഇങ്ങള് മാത്രം മക്കളെ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് തോന്നും. എടാ, ഉമ്മയും ബാപ്പയും മക്കളെ സ്നേഹിക്കുന്ന അറിയണമെങ്കിലേ ഈ ഒരു പെണ്ണൊക്കെ കെട്ടി കുട്ടികളും മക്കളും ആയാലേ എനിക്കറിയൂ. നൂർജ, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? എന്നോട് ചോദിച്ചിട്ടെന്താ? എനിക്കും മടുത്തു തുടങ്ങിയിരിക്കണം. അന്നേ മോളെ പോറ്റാൻ പറ്റുന്ന ഒരു ഭർത്താവണം എനിക്ക്. എനിക്കറിയായിരുന്നു എന്തെങ്കിലും കെബീർക്കാക്ക് ഇങ്ങനൊക്കെ തോന്നൂന്ന്. ഒരു പണിക്കും പോവാത്ത എനിക്ക് ഇവിടെ ആരും പണി തരൂല, അതെനിക്ക് ഉറപ്പാ. ഇതാ കണ്ടില്ലേ, നമ്മുടെ മോള് വലുതായി വരിക. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് പെൺകുട്ടികൾ വളർന്ന് വലുതാവും. ഇവളുടെ കാര്യം ആലോചിക്കുമ്പോ എന്റെ ഉള്ളില് തീയ കെബീർക്ക. ഞാൻ ആലോചിക്കായിരുന്നു, ഈ സുബൈറിനോട് പറഞ്ഞ് എനിക്ക് ചെറിയൊരു കടയിടാനുള്ള കുറച്ച് പൈസ സഹായിച്ചു തരാൻ പറ്റുമെന്ന് നീ ചോദിക്കും. ഓന്റെ കാര്യം തന്നെ പണ്ടാരോ പറഞ്ഞ മാതിരിയാ. എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. നിങ്ങളും കൂടെ വല്ല പണിക്കും പോയി
10 ഉറുപ്പ്യ ഓനെ സഹായിച്ചാല് ഈ സമയത്ത് ഓനക്ക് വലിയ ആശ്വാസാവും. നന്നാവണം. പരിഹസിച്ചവരുടെ മുന്നില് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എനിക്ക്.